നിപ്പയിൽ 26 പേരുടെ ഫലം നെഗറ്റീവായതിൻ്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ മലപ്പുറം. മരിച്ച യുവാവിനൊപ്പം ആശുപത്രിയിൽ നിന്ന മാതാവിൻ്റെ ഉൾപ്പെടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായെന്ന് വളരെ ആശ്വാസം നിറഞ്ഞ വാർത്തയാണ് വരുന്നത്. നിലവിൽ 266 പേരാണ് സമ്പർക്ക പട്ടികയിൽ. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ, വിശദാംശങ്ങൾ പറയൂ. ആശ്വാസകരമായ വാർത്തയാണല്ലോ അവിടെ നിന്ന് വരുന്നത്. അതെ SKN, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിപയെ സംബന്ധിച്ച് കുറച്ച് ആശ്വാസത്തിലേക്കാണ്, അല്ലെങ്കിൽ ആശങ്ക അകലുന്നു എന്ന് ഒരു പരിധിവരെ പറയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ 10 പേരുടെ പരിശോധനാ ഫലം കൂടിയാണ് നെഗറ്റീവായത്. ഈ നെഗറ്റീവായതിൽ ആശുപത്രിയിൽ കൂട്ടിയിരുന്ന മാതാവ്, അതുപോലെ തന്നെ പരിശോധിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടേതാണ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നത്. ഏറ്റവും ഈ രോഗത്തിൻ്റെ വൈറസ് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തീവ്ര ലക്ഷണത്തോടു കൂടി കാണിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. കാരണം ഈ രോഗിയുടെ ഒരു മരണം സംഭവിച്ച് 8 മുതൽ 11 ദിവസങ്ങൾക്കിടയിലാണ് വളരെ തീവ്രമായി ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ഒരു സമയം. അതാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത്. ആ സമയത്ത് വരുന്ന പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആവുന്നതോടുകൂടി ഒരു വ്യാപനം വലിയ തോതിലെങ്കിലും നടന്നിട്ടില്ല എന്നുള്ള പ്രാഥമിക വിലയിരുത്തലിലേക്ക് ആരോഗ്യവകുപ്പ് മാറുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ജാഗ്രത കുറയുന്നില്ല. ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സമ്പർക്ക പട്ടിക വിപുലീകരിക്കുന്ന നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. 266 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇന്നലെ 11 പേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ 5 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്കായി അയക്കും. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 4 പേരാണ് ചികിത്സയിലുള്ളത്. ഈ 4 പേരുടെയും ഇന്നലെ അഡ്മിറ്റ് ചെയ്ത ഒരാളുടെയും ചേർത്ത് 5 പേരുടെ പരിശോധനാ ഫലം ആണ് ഇനി വരാനുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിരോധ മരുന്നുകൾ നൽകുന്ന നടപടി ഇപ്പോഴും നടത്തുന്നുണ്ട്. അങ്ങനെ 21 പേരാണ് MES ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ പരിശോധനാ ഫലം ഇവരുടെ സ്രവമെടുക്കലും ഘട്ടം ഘട്ടമായി തന്നെ നിപ്പയുടെ കാര്യത്തിൽ നടക്കും. ഒപ്പം തന്നെ ഈ എംബോക്സ് സ്ഥിരീകരിച്ച സ്ഥലവും ഈ നിപ്പയുടെ സ്ഥലമൊക്കെ തമ്മിൽ അടുത്തടുത്ത പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് കൂടുതൽ ഒരു നിരീക്ഷണം ശക്തമാക്കുക കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. SKN.